CAD സോഫ്റ്റ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വീഡിയോയിലുള്ള ബാക്കിയുള്ള ടൂള്, അതായത് മോഡലിംഗ് ടൂൾ ബാറിൻ്റെ അകത്ത് 3D മൂവ്, 3D റൊട്ടേറ്റ്, അതുപോലെ അലൈൻ, അതുപോലെ തന്നെ യൂണിയൻ, സബ്ട്രാക്റ്റ് എന്നുള്ള ടൂളുകളാണ്. അത് തന്നെ യൂണിയൻ എന്ന് പറയുന്ന ടൂള് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ 3D മോഡലിംഗ് സെറ്റ് ചെയ്തതിന് ശേഷം ഹോം ടൂളിലോ അല്ലെങ്കിൽ സോളിഡിലോ വെച്ച് നമ്മൾ 2 ബോക്സ് വരച്ചു വെക്കും. വരച്ചു വെച്ചതിന് ശേഷം ഇവിടെ യൂണിയൻ എന്ന് പറഞ്ഞ ടൂൾ, അതായത് അതിൻ്റെ ഷോർട്ട് കട്ടായിട്ട് വരുന്നത് UNI, എൻ്റർ ചെയ്തതിന് ശേഷം ഈ 2 ബോക്സിനെയും സെലക്ട് ചെയ്യും. അതിനുശേഷം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കാണാം നമ്മൾ ബോക്സ് ഒറ്റ ബോക്സായി മാറിയതായിട്ട് കാണാം. ഇതിനു വേണ്ടിയിട്ടാണ് യൂണിയൻ എന്ന് പറയുന്ന ടൂള് യൂസ് ചെയ്യുന്നത്. ഒറ്റ ഒബ്ജക്റ്റാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായി യൂസ് ചെയ്യുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇത്രയും ജോയിൻ ചെയ്യാതെ തന്നെ നമുക്ക് യൂണിയൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ യൂണിയൻ ചെയ്യുന്നതെങ്കിൽ UNI എടുത്തതിന് ശേഷം 2 ബോക്സും സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റ ഒബ്ജക്റ്റായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സോളിഡ് എഡിറ്റിങ്ങിൽ സെപ്പറേറ്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. സെപ്പറേറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സെപ്പറേറ്റ് ബോക്സായും കിട്ടുന്നതാണ്. ഒറ്റ ഒബ്ജക്റ്റായി ചെയ്തിട്ടുള്ള സോളിഡ്സിനെ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വെച്ചുകൊണ്ട്, ഒരു ചെറിയൊരു ഹോൾ വെച്ചുകൊണ്ട് നമ്മൾ യൂണിയൻ ചെയ്തിട്ടുള്ള ബോക്സുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സബ്ട്രാക്റ്റ്. അതിനുവേണ്ടി ഒരു സർക്കിൾ ഞാനിവിടെ വരക്കുന്നു. രണ്ട് ഭാഗത്തും ഹോൾ കിട്ടുന്നതിന് വേണ്ടി ഞാൻ 2 ഭാഗത്തേക്കും ഇത് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചു. നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം സബ്ട്രാക്റ്റ് യൂസ് ചെയ്യും. SU ആണ് അതിൻ്റെ ഷോർട്ട് കട്ടായിട്ട് വരുന്നത്. SU, സബ്ട്രാക്റ്റ്. സബ്ട്രാക്റ്റ് എടുക്കുക. ഈ വലിയ ബോക്സിനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്തതിന് ശേഷം ചെറിയ ബോക്സ്, അതായത് കട്ട് ചെയ്യേണ്ട ബോക്സിനെ സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഹോളായിട്ട് കാണും. നമുക്ക് കൂടുതൽ ഡയറക്റ്റായിട്ട് നോക്കുന്നതിന് വേണ്ടി ഓർബിറ്റ് ടൂൾ ഇവിടെ കാണാം. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഈ കാണുന്ന പോലെ ഹോളാക്കി വെക്കാം. അതൊരു സൈഡ് മാത്രമാണ് നമ്മൾ വെച്ചതെങ്കിൽ ഈ ഒരു സൈഡ് മാത്രമേ ഹോൾ വരികയുള്ളൂ.
അടുത്തായി വരുന്ന നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടൂളാണ് 3D മൂവ്. 3D മൂവ് ചെയ്യുന്നതിന് വേണ്ടി നോർമൽ മൂവ് പോലെ തന്നെയാണ്, പക്ഷെ അതിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D മൂവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആക്സസ് അനുസരിച്ച് മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. XYZ ഈ ഒരു ആക്സസിൽ മാത്രമേ നമുക്ക് 3D മൂവിൽ മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സെൻട്രലിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രലിൻ്റെ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. അല്ലാത്തത് കേസിൽ നമുക്ക് സെൻട്രലിൽ ഈ ഒരു ഓരോ സൈഡിലുള്ള ഓരോ ആക്സസ് അനുസരിച്ച് എക്സ്, അതുപോലെ വൈ, അതുപോലെ തന്നെ സെഡ്, ഇങ്ങനെ മാത്രമേ മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയുള്ള വേറൊരു ടൂളാണ് 3D റൊട്ടേറ്റ്. റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സാധാരണ നോർമൽ റൊട്ടേഷൻ പോലെ തന്നെയാണ്, പക്ഷെ നമുക്ക് ഇതും യൂസ് ചെയ്യാം. 3Dക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ആക്സസ്, നേരത്തെ 3D മൂവ് പറഞ്ഞതുപോലെ തന്നെ ഓരോ ആക്സസ് അനുസരിച്ചാണ് നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓരോ ആക്സസ് അനുസരിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. XYZ, അതാണ് 3D റൊട്ടേറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി വരുന്ന ഒരു ടൂളാണ് 3D അലൈൻ. 3D അലൈൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഒരു സൈഡിലുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ കൊണ്ടുവരുന്ന ഒരു ടൂളാണ് 3D അലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ബോക്സിനെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടി 3D അലൈൻ യൂസ് ചെയ്യാം. 3D അലൈൻ എടുത്തതിന് ശേഷം ഈ ഒരു ബോക്സിനെ സെലക്ട് ചെയ്യാം, എൻ്റർ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ 3 പോയിന്റിനെ പിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബോക്സിൻ്റെ എവിടെയാണോ കൊണ്ടുവരേണ്ടത് അതേ 3 സൈഡുകൾ ഇവിടെയും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കവിടെ പോയിന്റ് കാണാൻ സാധിക്കുന്നില്ല, കാരണം വലിയ ബോക്സ് ആയതുകൊണ്ട് നമുക്കവിടെ കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മളിവിടെ റെക്റ്റാങ്കിൾ തന്നെ, ചെറിയൊരു റെക്റ്റാങ്കിൾ ഇവിടെ വരക്കാണ്. ചെറിയൊരു സൈസിൽ വരച്ചു. അതിനുശേഷം ഇതിനെ നമുക്ക് 3D അലൈൻ ചെയ്യാം. 3D അലൈൻ ചെയ്യുന്നതിന് വേണ്ടി 3D അലൈൻ എടുക്കാം, ബോക്സ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യാം, ഏതെങ്കിലും ഒരു 3 പോയിന്റ് ക്ലിക്ക് ചെയ്യും. സെയിം സൈഡിൽ തന്നെ നമുക്കിവിടെ മൂന്ന് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ബോക്സ് റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു സൈഡിലേക്ക് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് രണ്ട് സൈഡിലുള്ള വിൻഡോസൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്.